അകത്തുള്ള മത്സരാർത്ഥികളുടെ കഴുത്തി കടന്ന മാലകളെല്ലാം മാറ്റിയിട്ട് പിന്നെ ഇവർ കൊണ്ടുവന്ന മാല ഇട്ട് കൊടുത്തിട്ട് അത്രയൊക്കെ അതെങ്ങനെ ശരിയാ? ചോദ്യം ഇപ്പൊ ഈ സീസണിൽ ജാസ്മിൻ അതേപോലെ ഒറ്റപ്പെട്ട് ജാസ്മിൻ ഒരിക്കലും ഒറ്റപ്പെട്ടില്ല. നിന്നെ ഞാൻ ഇടിച്ച് കൂമ്പ് വിലക്കും. ചുമ്മാ ഭയങ്കര ശക്തിയുള്ള കൂട്ടുകെട്ടാണ്. ഒരു കാര്യം എനിക്ക് പറയാം, ഒരു കാര്യം എനിക്ക് തോന്നിയ ഞാൻ പറയാമേ, കൊടുത്ത പാവ എല്ലാവർക്കും കൊടുക്കണം വേണ്ടേ? സീസൺ 2 എല്ലാവർക്കും പാവ കൊടുക്കണം, ശരിയല്ലേ? അതാണ് എനിക്ക് കിട്ടിയ ചിന്നു പാവ. മത്സര സമയത്ത് ബിഗ് ബോസിന് ഇപ്പൊ അത്രയും നിലവാരം ഇപ്പൊ ഉണ്ടോ ബിഗ് ബോസിൽ? ഇല്ല. ഞാൻ അത് കറക്റ്റ് നല്ല ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ബിഗ് ബോസ് സീസൺ 2 മത്സരിച്ച ഒരാളാണ്. അപ്പൊ അതിന്റെ നിലവാരത്തിന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള സീസണിൽ ആ നിലവാരത്തിന്റെ ഏരിയയിലേക്ക് ആ സീസൺ മാത്രമല്ല, ഞാനിപ്പോ ഗ്രേഡ് കൊടുത്തിട്ടുണ്ട്. സീസൺ 1 നമുക്ക് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സീസൺ 2 ബി ഗ്രേഡ്, അത് കഴിഞ്ഞ് സി, ദെൻ ഡി, ദെൻ ഇ, അങ്ങനെ ഓരോ വർഷം കഴിയുമ്പോഴും ഇതിന്റെ നിലവാരം മത്സരാർത്ഥികളിൽ കുറച്ചു പേരുടെ പ്രവർത്തനങ്ങൾ കാരണം കുറഞ്ഞു വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ചുപേരുടെ പ്രവർത്തനങ്ങൾ അങ്ങനെ വ്യക്തിയുടെ പേരെടുത്ത് പറയാൻ പറ്റില്ല. 1-2 പേരല്ലല്ലോ, കുറച്ചു പേരാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണെ ഉദ്ദേശിച്ചാണ് നിങ്ങൾ സീസൺ 6 കുറിച്ചാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സീസൺ 6 നിലവാരം നല്ലത് തന്നെയാണ്. കാരണം അവർ സെലക്ട് ചെയ്തെടുത്ത മത്സരാർത്ഥികൾ നമ്മളെപ്പോലെയുള്ള ആൾക്കാരിൽ നിന്നുള്ള കണ്ടസ്റ്റൻസിനെ തന്നെയാണ്. പക്ഷേ ഈ കണ്ടസ്റ്റൻസ് അകത്ത് കയറി കഴിയുമ്പോൾ കയറുന്നതിന് മുമ്പ് പ്ലാൻ ചെയ്തത് എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല. പക്ഷെ കയറി കഴിയുമ്പോഴാണ് നമ്മൾ പല രഹസ്യങ്ങളും പുറത്തുനിന്ന് അറിയുന്നത്. അങ്ങനെ വെളിയിൽ നിന്ന് പ്ലാൻ ചെയ്ത് വന്നപ്പോൾ ഇയാൾ ചോദിച്ച പോലെ സീസൺ 2 എന്ന് പറയുന്നത് ഞാൻ മത്സരിച്ച സീസണിൽ ഞാൻ അകത്ത് കയറുമ്പോൾ പോലും എനിക്കറിഞ്ഞൂടെ ആരൊക്കെയാണ് എന്നോടൊപ്പം വരാനുള്ളത്. അകത്ത് കയറിയിട്ടാണ് ഞാൻ എന്നോടൊപ്പം ഉള്ള ഈ വലിയ സെലിബ്രിറ്റികളായ മത്സരാർത്ഥികളെയൊക്കെ കാണുന്നത്. അപ്പം രഹസ്യ സ്വഭാവം സീസൺ 2 സീസൺ 1 എനിക്ക് തോന്നുന്നു സീസൺ 3 ഒക്കെ രഹസ്യ സ്വഭാവങ്ങൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ കറക്റ്റ് സീക്രസി ഉണ്ടായിരുന്നു, ഇല്ലേ? പക്ഷേ ഇപ്പോഴത്തെ ഈ സീസൺ 6 വന്നു കഴിയുമ്പോൾ എനിക്ക് തന്നെ വിഷമം ഉണ്ടാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ മറ്റന്നാൾ കയറാൻ പോകുന്ന അല്ലെങ്കിൽ നാളെ കയറാൻ പോകുന്ന ആൾക്കാരെ കുറിച്ച് നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളെല്ലാവരും അല്ല, ചില യൂട്യൂബുകളിൽ ഇന്നലെയായിട്ടൊക്കെ തന്നെ പ്രഡിക്ഷൻസ് എന്നല്ല പറയുന്നു, ഇന്നയാൾ കയറാൻ പോകുന്നു, ഇന്നയാൾ വരാൻ പോകുന്നു. അപ്പോൾ ഇതിന്റെ സീക്രസിയും അങ്ങ് താന്നു പോകുമ്പോൾ നമുക്കൊരു കാണാനൊരു ത്രില്ലുണ്ടാവുമോ? ഉണ്ടാവുമോ? ഇല്ല. കാരണം ഞാൻ 2 ദിവസം മുമ്പേ ഒരു യൂട്യൂബിനകത്ത്, ഞാൻ എല്ലാ സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യുന്നതാണ്, അതിനകത്ത് തന്നെ ഈ പ്രാവശ്യം കയറി ജോജു ചേട്ടനും അതുപോലെ തന്നെ മറ്റേ ജുനൈസും മറ്റേ പുള്ളിയൊക്കെ കയറുന്നത് 2 ദിവസം മുമ്പേ തന്നെ ഞാനിത് കണ്ടു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഷോയുടെ നിലവാരം കുറയ്ക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ സീക്രസികൾ പൊളിച്ചു കളയുന്ന രീതിയിൽ ആരൊക്കെയോ പ്രവർത്തിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അകത്തുനിന്ന് തന്നെ ഈ ന്യൂസ് പുറത്തു വന്നെങ്കിലല്ലേ നിങ്ങൾ അറിയത്തുള്ളൂ. ചോദ്യം ഇപ്പൊ ഈ സീസണിൽ ജാസ്മിൻ അതേപോലെ ഒറ്റപ്പെട്ട് ജാസ്മിൻ ഒരിക്കലും ഒറ്റപ്പെട്ടില്ല. നിന്നെ ഞാൻ ഇടിച്ച് കൂമ്പ് വിലക്കും. ചുമ്മാ ഭയങ്കര ശക്തിയുള്ള കൂട്ടുകെട്ടാണ്. ഒരു കാര്യം എനിക്ക് പറയാം, ഒരു കാര്യം എനിക്ക് തോന്നിയ ഞാൻ പറയാമേ, ഗബ്രി എന്ന് പറയുന്ന മികച്ച മത്സരാർത്ഥിയായിരുന്നു. ഒറ്റയ്ക്ക് കളിച്ചിരുന്നുവെങ്കിൽ അവൻ തന്നെ വിന്നറായി പോവേണ്ട ഒരു മികച്ച മത്സരാർത്ഥിയായിരുന്നു. പക്ഷെ എന്തോ ചില കാരണങ്ങൾ, സാങ്കേതികമായ പ്രശ്നങ്ങൾ, നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്ന കുറെ വാഴത്തോപ്പുകളുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ കൊണ്ടിട്ട് എന്ത് പറ്റി പാവത്തിന് വിജയിക്കാൻ പറ്റാതെ അതിലെനിക്ക് വിഷമമുണ്ട്. കാരണം ഒറ്റയ്ക്ക് ഗെയിം മാത്രമല്ല ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നതാണോ, ഓവറോൾ പെർഫോമൻസ് ആണ്. രാവിലെ എണീച്ച് രാത്രി കിടക്കുന്നത് വരെയുള്ള വായിൽ നിന്ന് വീഴുന്നതും പ്രവൃത്തികളും ചിന്തകളും കളികളും പെർഫോമൻസുകളും വൃത്തിയാക്കലുകളും പല്ലിയേക്കലും കുളിക്കലും അടുക്കളപ്പോക്കും ആഹാര വിളമ്പലും തിന്നലും എല്ലാ സംഗതികളും ഒത്തുചേരുന്ന ഓവറോൾ പെർഫോമൻസ് ഓഫ് എ പേഴ്സൺ. ഇതാണ് വിന്നറായി വരേണ്ടത്. ആ വ്യക്തിയാണ് ഈ കിരീടം ചൂടേണ്ടത്. അല്ലാതെ കുറെ കരഞ്ഞു കാണിച്ച് ഇമോഷണൽ സ്ട്രാറ്റജിയിൽ കാണിച്ച് ഇവിടെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഓടി ബാത്റൂമിലെ ക്യാമറയിൽ പോയിരുന്നിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിച്ചാൽ ഇന്നത്തെ തലമുറ മണ്ടരാണ്. ഒരിക്കലും മണ്ടരല്ല. അവരെ മണ്ടരാക്കുന്ന നമ്മളാണ് മണ്ടരെന്ന് വിശ്വസിക്കുന്ന ആളാണ്. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് അവരൊന്നും ഒറ്റയ്ക്കല്ല കളിച്ചത്. ഇതിനകത്തൊന്നും ആരും ഒറ്റയ്ക്ക് കളിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ആരും ഒറ്റയ്ക്ക് കളിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു മത്സരാർത്ഥിക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടൊരു പ്രിവിലേജ് ബിഗ് ബോസ് കൊടുക്കുന്നു? നല്ല ക്വസ്റ്റ്യൻ ആണ്. സീസൺ 2 എന്റെ കൂടെയുള്ള ചില മത്സരാർത്ഥികൾ തന്നെ ഇടയ്ക്ക് ഇന്റർവ്യൂ ഇട്ടു. നമുക്കൊന്നും കിട്ടാത്ത പ്രിവിലേജുകൾ ഇതിൽ കുറെ പേർ കിട്ടിയെന്ന്. അത് എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, സത്യം പറയുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. എന്നാലേ എന്റെ വാക്ക് എപ്പോഴും നിലനിൽക്കത്തുള്ളൂ. ഈ സീസണിൽ സീസൺ 6 എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ 2 എന്റെ കഴുത്തിലൊരു കുരിശുണ്ടായിരുന്നു, ഒരു രുദ്രാക്ഷമാല ഉണ്ടായി, പലതും എന്നെ ഇതെല്ലാം അഴിപ്പിച്ചു വെച്ചിട്ടാണ് അകത്തോട്ട് കയറ്റിയത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? എന്നാൽ സീസൺ 6 നമ്മൾ കണ്ടതാണ് പുറത്തുനിന്ന് ചെല്ലുന്ന പാരൻസിൽ കുറച്ചു പേർ ആഹാരം കൊണ്ടുവന്നോട്ടെ, അത് ഞാൻ തെറ്റ് പറയില്ല. പക്ഷെ പുറത്തുനിന്ന് ചെറിയ പാവകളായാലും എൻ്റെ അത്ര പൊക്കമുള്ള വലിയ പാവകളായാലും
അതുപോലെ വേറെ വസ്തുക്കളുമായിട്ട് കൊണ്ടുവന്ന് അകത്തെ മത്സരാർത്ഥികൾക്ക് കൊടുക്കുമ്പോൾ ഇത് കിട്ടാത്തതും കൊണ്ടുവന്ന് കൊടുക്കാത്ത പാരൻസും മറ്റ് മത്സരാർത്ഥികളോട് കാണിച്ച ഒരു അനീതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കൊടുത്ത പാവ എല്ലാവർക്കും കൊടുക്കണം, വേണ്ടേ? സീസൺ 2 എല്ലാവർക്കും പാവ കൊടുക്കും, ശരിയല്ലേ? അതാണ് എനിക്ക് കിട്ടിയ ചിന്നുപ്പാവ. ആ പാവ വെച്ച് ഞാൻ കളിച്ചു. അത് ദൈവം തന്ന വിഷയമാണ്, അല്ല എൻ്റെ കഴിവൊന്നുമല്ല. ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടത് ദൈവം തന്ന ഒരു അവസരം മാത്രം. അപ്പം ഈ സീസണിൽ എനിക്ക് ഇഷ്ടപ്പെടാതെ പോയ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പുറത്തുനിന്ന് വന്ന രക്ഷകർത്താക്കളിൽ ചിലർ വന്നിട്ട് അകത്തുള്ള മത്സരാർത്ഥികളുടെ കഴുത്തി കിടന്ന മാലകളെല്ലാം മാറ്റിയിട്ട് പിന്നെ ഇവർ കൊണ്ടുവന്ന മാല ഇട്ട് കൊടുത്തിട്ട് അത്രയൊക്കെ അതെങ്ങനെ ശരിയാണ്? അപ്പം പിന്നെ ഇതൊക്കെ മറ്റ് മത്സരാർത്ഥികളോട് കാണിക്കുന്ന ഒരു അനീതിയില്ല. കാരണം വരാൻ പോകുന്ന സീസണുകളിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കുക. കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവം എന്ന് പറയുന്നത് സീസണിന്റെ ക്രെഡിബിലിറ്റിയെ, സീസണിന്റെ ബിഗ് ബോസ് ഷോയുടെ ഒരു വിശ്വാസം